PSC റാങ്ക് പട്ടികയിൽ തിരിമറി നടത്തി പേരുകേട്ടവരാണ് CPM. പിണറായി ഭരിച്ച 10 വർഷക്കാലം ഇവിടെ എന്താണ് സംഭവിച്ചത്? CPMന്റെ സന്തത സഹചാരികൾക്കും പാർട്ടിക്കാർക്കും ഒരു മാനദണ്ഡവും നോക്കാതെ സർക്കാർ ജോലി നൽകുകയാണ് ചെയ്തത്. ഒരാളുടെ കഠിനാധ്വാനത്തിനും വില നൽകാതെ അവരെ തഴഞ്ഞ് ഏതെങ്കിലും പാർട്ടി അനുഭാവികളെ ഉന്നത സ്ഥാനത്തും മറ്റു പദവികളിലും കൊണ്ടെത്തിക്കുന്ന CPM ജനങ്ങളെ തീർത്തും വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ ആസൂത്രണ ബോർഡിലെ അഡീഷണൽ സെക്രട്ടറിക്ക് തത്തുല്യമായ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പദവിയിലേക്ക് നടന്ന നിയമനത്തിലെ വൻ ക്രമക്കേടുകൾ ഈ സർക്കാരിന്റെ കാലത്തെ വഴിവിട്ട ഇടപാടുകളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. വെറും ഒരൊറ്റ ഒഴിവ് മാത്രം നിലവിലുണ്ടായിരുന്ന ഈ ഉന്നത തസ്തികയിലേക്ക് PSC നടത്തിയ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ ആസൂത്രിതമായ അട്ടിമറിയാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയെന്ന് അറിയാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ വെളിപ്പെടുത്താതെ രഹസ്യമായി വെച്ചുകൊണ്ടാണ് PSC റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. സാധാരണ നിലയിൽ നിയമന നടപടികൾക്ക് മാസങ്ങൾ എടുക്കുന്ന PSC ഈ തസ്തികയിൽ റാങ്ക് ലിസ്റ്റ് വന്ന് വെറും 3 ആഴ്ചക്കുള്ളിൽ അതീവ വേഗതയിൽ നിയമന ശുപാർശ നൽകിയതെന്ന് തന്നെ ഇതിന് പിന്നിലെ അവിശുദ്ധ കൂട്ടുകെട്ടിനെ സംശയാതീതമായി തെളിയിക്കുന്നതാണ്. ഈ ധൃതി പിടിച്ച നീക്കത്തിലൂടെ 1ാം റാങ്ക് കരസ്ഥമാക്കിയത് ഇടതനുകൂല സംഘടനയിലെ അംഗമാണെന്നത് അട്ടിമറി ആരോപണങ്ങളുടെ ആഴം കൂട്ടുകയാണ്. 100 മാർക്ക് വീതമുള്ള 2 പേപ്പറുകളായി നടത്തിയ ഈ പരീക്ഷയുടെ 2ാം പേപ്പറിലാണ് ഉദ്യോഗാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ട് കടുത്ത ക്രമക്കേട് ബോധ്യപ്പെട്ടത്. 28 ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന ഈ പേപ്പറിൽ ഒരു ഉദ്യോഗാർത്ഥി പിന്നീട് വിവരാവകാശത്തിലൂടെയും അല്ലാതെയും കഠിനശ്രമം നടത്തി ഒടുവിൽ തന്റെ ഉത്തരക്കടലാസിന്റെ പകർപ്പ് പരിശോധിച്ചപ്പോഴാണ് PSCയുടെ പരീക്ഷാ തട്ടിപ്പ് പുറത്തു വന്നത്. 9ാമത്തെ ചോദ്യം മുതൽ 19ാമത്തെ ചോദ്യം വരെയുള്ള അതായത് ഏകദേശം 10ഓളം പ്രധാന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തുകയോ അതിന് മാർക്ക് രേഖപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. 100ൽ 58 മാർക്കിനുള്ള ഉത്തരങ്ങൾ പൂർണ്ണമായും പരിശോധിക്കാതെ മാറ്റിവെച്ചുകൊണ്ടാണ് PSC ഈ പരീക്ഷയുടെ റാങ്ക് പട്ടിക തയ്യാറാക്കിയതും അതിവേഗം തങ്ങളുടെ പാർട്ടി പ്രിയങ്കരന് നിയമനം നൽകിയതും. അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളെ മനഃപൂർവ്വം തോൽപ്പിക്കാനും പാർട്ടി താല്പര്യമുള്ളവരെ തിരികെ കയറ്റാനും വേണ്ടി മൂല്യനിർണ്ണയത്തിൽ ബോധപൂർവം തിരിമറി നടത്തുകയായിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഒടുവിൽ ഈ അട്ടിമറിക്കെതിരെ ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കേണ്ടി വന്നു. വിഷയത്തിൽ ഗൗരവം കണക്കിലെടുത്ത് ട്രിബ്യൂണൽ PSCയോട് 3 ആഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുൻ പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം കേരളത്തിലെ PSCയുടെ വിശ്വാസത്തെ പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജ് കുത്തുകേസിലെ പ്രതികളായ SFI നേതാക്കൾ PSC പരീക്ഷയിൽ കോപ്പിയടിച്ച് 1ാം റാങ്ക് നേടിയ സംഭവം മുതൽ ആസൂത്രണ ബോർഡിലെ ഈ ഉന്നത അട്ടിമറി വരെ നീളുന്ന വൻ അഴിമതി പറമ്പുകളാണ് ഈ കാലയളവിൽ ഉണ്ടായത്. ഒരു സർക്കാർ ജോലി എന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നമാണ് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ തച്ചൊടിച്ചത്.